ഏവർക്കും പുണ്ടുചാലത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ ഒരു പോസ്റ്റർ മാതൃകയിൽ ഇതുപോലെ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചിത്രം ഇമേജസ് 10 ഹരിതം.png എന്നൊരു ചിത്രമുണ്ട്. അതുപോലെ തന്നെ ഇമേജസ് 10 തന്നെ HV ലോഗോ PNG എന്നൊരു ചിത്രമുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും ഇങ്ക്സ്കേപ്പിലേക്ക് ചേർക്കണം. അതിനുശേഷം ഹരിത വിദ്യാലയം എന്ന ടെക്സ്റ്റ് ചേർത്ത് മാതൃകയിൽ ഇതുപോലെ തന്നെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഫോണ്ടായി നൽകേണ്ടത് സാൻസ് സെരീഫ് ബോൾഡ് എന്നുള്ളതാണ്. അതുപോലെ ഹരിത എന്ന ടെക്സ്റ്റ് മുകളിലായി ഒരു വൃത്തം വരച്ചുകൊണ്ട് അതിന് നിറം നൽകണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. അതിനുവേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പിലേക്ക് ചെല്ലുന്നു. ഇങ്ക്സ്കേപ്പിൽ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ക്സ്കേപ്പ് എന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ന്യൂ ഡോക്യുമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ക്സ്കേപ്പിലേക്ക് കിടക്കാം. ഇങ്ക്സ്കേപ്പിലെ പേജ് ബോർഡർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഏരിയ ലഭിക്കും. അതിനുവേണ്ടി ഫയലിൽ നിന്നും ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിലെ ഈ ഷോ പേജ് ബോർഡർ എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കളയുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത വിൻഡോകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യണം. ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ നിന്നും ഇമ്പോർട്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഫയൽ ഓപ്പൺ അല്ല, ഫയലിൽ നിന്നും ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോമിനുള്ളിലുള്ള ഇമേജസ് 10 നമ്മൾ വരുന്നത്. ഇമേജസ് 10 ഹരിതം.png എന്നുള്ള ഒരു ഫയല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ വരുന്ന വിൻഡോ വീണ്ടും ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കവിടെ ചിത്രം ഇവിടെ വരുന്നുണ്ട്. അല്പം കൂടെ വലുതാക്കണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ഇതൊന്ന് എൻലാർജ് ചെയ്യുവാൻ. അങ്ങനെ എൻലാർജ് ചെയ്യുമ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ഒരു വലുപ്പം റേഷ്യോ വ്യത്യാസം വരാതെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇനി വേണ്ടത് ആ ലോഗോ ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോഗോ ഇൻസെർട്ട് ചെയ്യുന്നതിന് ഫയലിൽ നിന്നും ഇമ്പോർട്ട് വഴി വീണ്ടും ഹോമിനുള്ളിൽ തന്നെയുള്ള ഇമേജസ് 10 തന്നെ കാണുന്ന HV ലോഗോ PNG എന്നുള്ള ഈ ഒരു ലോഗോയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ആ ലോഗോ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും വരുന്ന വിൻഡോയിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു പൊസിഷൻ ഈ ഒരു സ്ഥലത്തിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രണ്ടാമതായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൽ ടെക്സ്റ്റുകൾ ചേർക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ചേർക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഹരിത എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഫോണ്ട് സാൻസ് സെരീഫ് തന്നെയാണ്. ഫോണ്ട് ബോൾഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ ഫോണ്ടിൻ്റെ വലിപ്പം നമുക്കൊന്ന് വ്യത്യാസം വരുത്താം. അതിനുശേഷം ഈ സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുകയാണ്. അതിൻ്റെ കളർ വൈറ്റ് കളറാണ്. ഇനി അതിൻ്റെ താഴെ വിദ്യാലയം എന്നൊരു ടെക്സ്റ്റ് ചേർക്കണം. അതിന് വീണ്ടും ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം വിദ്യാലയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെയും ഫോണ്ട് സാൻസ് സെരീഫ് തന്നെയാണ്. നോർമൽ എന്നുള്ളതിന് പകരം ബോൾഡിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ഫോണ്ടിൻ്റെ വലിപ്പം ഒന്ന് വ്യത്യാസം വരുത്താം. ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് ക്രമീകരിക്കുകയാണ്. അവസാനമായി വേണ്ടത് ഇതിൻ്റെ ഐ എന്നുള്ള ഭാഗത്തേക്ക് ഒരു വൃത്തം ചേർക്കണം. വൃത്തം ചേർക്കുന്നതിന് ഈ ഒരു സർക്കിൾ ടൂളിലേക്ക് വരുന്നു. അതിനുശേഷം നമുക്കൊരു ഓറഞ്ച് കളർ ആണ് നമുക്കിവിടെ വേണ്ടത്. ആ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഐയുടെ ഭാഗത്തേക്ക് നമ്മളത് ചേർക്കുന്നു. അതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്തണമെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിയാണ് അതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്തുന്നത്. നമ്മുടെ ആ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ നിന്നും ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഒബ്ജക്റ്റ് ഒറ്റ ഒബ്ജക്റ്റായിട്ട് മാറി. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി PNG എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫയലിൽ നിന്നും എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം സെലക്ഷനിലാണ് നിൽക്കുന്നത്. സെലക്ഷനിൽ നിൽക്കെ തന്നെ ഈ എക്സ്പോർട്ടിന് ശേഷം കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ആസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിനുള്ളിലുള്ള എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് നമ്മളുടെ ഈ ഒരു നമ്പർ മാറ്റി രജിസ്റ്റർ നമ്പർ _ വിദ്യാലയം എന്ന പേര് നൽകി സേവ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.